നമുക്ക് നല്ല കാഴ്ച വേണം. നല്ല ദൂരക്കാഴ്ച വേണം. ദൂരക്കാഴ്ച ഉണ്ടായ ചിലരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഒന്ന്, മുടിയനായ പുത്രന്റെ പിതാവിന്റെ ദൂരക്കാഴ്ചയെക്കുറിച്ച് തിരുവെഴുത്തുകൾ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. നഷ്ടപ്പെട്ടു പോയ ആടിനെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മയെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ മകനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന അധ്യായമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. നഷ്ടപ്പെട്ടു പോയ മകനെക്കുറിച്ച് ആവലാതി പൂണ്ട് അവനെ കാത്തിരിക്കുന്ന ഒരു നല്ല പിതാവിന്റെ ചിത്രം യേശു ലളിതമായ ഉപമയിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നു. പിതാവിന്റെ നിയന്ത്രണങ്ങളിൽ ജീവിക്കാൻ സാധിക്കാതെ ലോകത്തിന്റെ സുഖലോലുപതകളിൽ മുങ്ങി കൂട്ടുകാരുടെ കൂടെയുള്ള ആനന്ദകരമായ ജീവിതം കയ്യിലുള്ള ധനം തീർന്നപ്പോൾ അവസാനിച്ചു. ഒന്നിനും വകയില്ലാതെ ധനികന്റെ വീട്ടിൽ പന്നിയെ നോക്കുന്ന ജോലി ചെയ്ത് പന്നിയുടെ ആഹാരം ഭക്ഷണമാക്കി ജീവിച്ചപ്പോൾ സ്നേഹനിധിയായ പിതാവിനെ ഓർമ്മ വന്നു. ആ ഭവനത്തിൽ താമസിക്കുവാനുള്ള യോഗ്യത ഇല്ലെങ്കിലും ആ ഭവനത്തിൽ ഒരു വേലക്കാരനെ പോലെ കഴിയാം എന്ന് കരുതി സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങുന്നു. അവനെ ദൂരെ നിന്ന് പിതാവ് കാണുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞു ഓടിച്ചെന്നു അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 15:20. ഇവിടെ മകന് ദൂരക്കാഴ്ചയുണ്ടാകുന്നു. പിതാവ് തന്നെ വേലക്കാരനെ പോലെയെങ്കിലും കൈക്കൊള്ളുമെന്ന ദൂരക്കാഴ്ച. പിതാവ് എന്നും മകന്റെ തിരിച്ചുവരവിനെ കുറിച്ച് ദൂരക്കാഴ്ച ഉള്ളവനായിരുന്നു. ആ പിതാവ് എന്നും മകന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് ദൂരത്തേക്ക് കണ്ണും നട്ട് കാത്തിരുന്നു. മകൻ തിരിച്ചു വന്നപ്പോൾ പുതിയ വസ്ത്രം നൽകി, കാലിന് ചെരുപ്പിടിവിച്ചു, വിരലിൽ മോതിരം അണിയിച്ചു. നമുക്കൊരു ദൂരക്കാഴ്ച വേണം. നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന്, നമ്മുടെ വരവും കാത്ത് പിതാവായ ദൈവം കണ്ണും നട്ടിരിക്കുന്നു എന്നും ഹൃദയകവാടത്തിൽ മുട്ടി വിളിക്കുന്നു എന്നും ഉള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വെളിപ്പാട് പുസ്തകം 3:20. നാം തിരിച്ചു വരുമ്പോൾ പിതാവ് നമുക്കായി വിരുന്ന് ഒരുക്കുന്നു. 2, അബ്രഹാമിന്റെ ദൂരക്കാഴ്ചയെക്കുറിച്ച് തിരുവെഴുത്തുകൾ പറയുന്നു. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 4-5 വചനങ്ങൾ. തന്റെ ഇഷ്ടപുത്രൻ ഇസഹാക്ക് 100-ാം വയസ്സിൽ ദൈവം നൽകിയ ഏകമകൻ, മോറിയാമലയിൽ താൻ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്ന ഏകമകനെ യാഗം കഴിക്കണമെന്ന് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാമിന് മറ്റൊന്നും ചിന്തിക്കുവാൻ ഉണ്ടായില്ല. യഹോവയുടെ കൽപ്പന അനുസരിക്കണം. വിശ്വാസത്താൽ ഒരു ദൂരക്കാഴ്ച അബ്രഹാമിന് ഉണ്ടായി. ദൂരവേ നിന്ന് ആ സ്ഥലം കണ്ടു. അസാധ്യതകളുടെ നടുവിൽ സാധ്യതകളെ അബ്രഹാം കണ്ടു. അതിനാൽ ബാല്യക്കാരോട്, ഞങ്ങൾ ആരാധന കഴിച്ച് മടങ്ങി വരും എന്ന് പറഞ്ഞു. വിശ്വാസത്തിന്റെ ദൂരക്കാഴ്ച. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ പോലെ നമുക്കും ഉണ്ടാകണം. 3, വാഗ്ദത്ത നാട് മുൻകൂട്ടി കാണുവാൻ നമുക്ക് ദൂരക്കാഴ്ച വേണം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ ഒരു പട്ടിക തന്നെയുണ്ട്. ഓരോരോ വാക്യങ്ങളിൽ അവരവരുടെ വിശ്വാസത്തിന്റെ ആഴം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസ വീരന്മാരും അപ്പോസ്തലന്മാരും നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ വിശുദ്ധന്മാരും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ
വാഗ്ദത്ത നഗരത്തിനായി കാത്തിരിക്കുന്നവരാണ്. അവരെല്ലാം ദൂരക്കാഴ്ചയുള്ളവരായിരുന്നു. അതുകൊണ്ട് എരിയുന്ന തീയിൽ കിടക്കുമ്പോഴും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവർക്ക് ദൈവശക്തിയാൽ തീയിന്റെ ബലം കെടുത്തുവാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ദാനിയേലിന്റെ നേരെ സിംഹത്തിന്റെ വായ് അടഞ്ഞത്. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. നീതിമാനായ നോഹ രക്ഷപ്പെട്ടത്. മോശ മിസ്രയീമിലെ ധനത്തേക്കാൾ സ്വന്തം ജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഇങ്ങനെ എത്രയോ വിശ്വാസവീരന്മാർ ദൂരക്കാഴ്ചയാൽ വാഗ്ദത്ത നിവർത്തി നേടി. ഈ ലോകത്തിലെ സുഖലോലുപതകൾ എന്നും അനുഭവിച്ച് ജീവിക്കുവാൻ സാധ്യമല്ല. ഈ ദേശം നമ്മുടെ സ്വന്തം അല്ല. ഇവിടെ നാം പരദേശികൾ മാത്രമാണ്. ദൈവം നമ്മുടെ ആയുസ് ഒരു പരിധി വരെ വച്ചിട്ടുണ്ട്. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കണം. 1 തീമോഥെയോസ് 6:7-8 വചനങ്ങൾ. ഈ ദൂരക്കാഴ്ച നമുക്കും ഉണ്ടാകണം. ദൈവം നൽകുന്ന ശോഭയുള്ള പട്ടണം സ്വന്തമാക്കുവാൻ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ദൂരക്കാഴ്ചയുള്ളവരായി നമുക്ക് മാറാം. ദൈവം വാഗ്ദത്തം ചെയ്ത നഗരത്തിനു വേണ്ടി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com